നമസ്കാരം. സന്തോഷകരമായ ഒരു ജീവിതം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. നിങ്ങളിപ്പോൾ ധാരാളം സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെയുമാണ് കടന്നു പോകുന്നത്. അതിന് കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹവും കരുതലുമൊക്കെ നൽകിയ എന്തോ ഒരു കാര്യം ഇപ്പോൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയതുകൊണ്ടാവാം. അത് കാരണമാവാം നിങ്ങളിപ്പോൾ ഇത്രമാത്രം പ്രയാസപ്പെടുന്നത്. എന്നാൽ ഭഗവാൻ മഹാദേവൻ നിങ്ങൾക്ക് നൽകുന്ന ഈ ഒരു സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഒരുപക്ഷെ ഈ ഒരു സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ചിന്തകളെയൊക്കെ മാറ്റിയേക്കാം. ഭഗവാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു പോന്ന എല്ലാ പ്രയാസങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടുപോയി. വൈകാതെ തന്നെ സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണോ ഇപ്പോൾ ദുഃഖിക്കുന്നത്, ആ ദുഃഖങ്ങളെല്ലാം മറക്കുക. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അതായത് ഇന്നുവരെ നിങ്ങൾ അനുഭവിച്ചു പോന്ന എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുഃഖങ്ങളും മറന്ന് നിങ്ങൾ സുഖമായി ഉറങ്ങുക. നാളെ നേരം പുലരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതു വെളിച്ചം വന്നു ചേരുന്നതാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്കാണ് കടക്കുന്നത്. നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തി സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. നിങ്ങൾ ഭഗവാൻ മഹാദേവനെ വിശ്വസിക്കുക. ഭഗവാനെ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തരെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനോടകം തന്നെ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു ദുഃഖത്തിന് കാരണം ഏതെങ്കിലും വ്യക്തിയാവാം. ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തെ അത്രമാത്രം സ്വാധീനിച്ചത് മൂലമാവാം ആ വ്യക്തിയുടെ അഭാവം നിങ്ങളെ തകർത്തത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹവും കരുതലുമെല്ലാം ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം ആ വ്യക്തി നിങ്ങൾക്ക് താങ്ങും തണലുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോയപ്പോൾ നിങ്ങൾ മാനസികമായി തകർന്നു. ചിലപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം, ആ വ്യക്തി തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരുന്നെങ്കിൽ എന്ന്. ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്തെന്നാൽ, മനുഷ്യ മനസ്സെന്ന് പറയുന്നത് വളരെയധികം സ്വാർത്ഥത നിറഞ്ഞതാണ്. ഒരു വ്യക്തിക്ക് എവിടെ നിന്നാണോ അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള, അയാൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ലഭിക്കുക, അവിടെ ഇരിക്കാനായിരിക്കും ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇവിടെ ആ വ്യക്തിയെക്കുറിച്ചോർത്ത് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ വ്യക്തിയെ നിങ്ങൾക്ക് വിധിച്ചതാണെങ്കിൽ എത്ര വലിയ തടസ്സങ്ങളുണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്നതാണ്. നിങ്ങൾ ശിവഭഗവാനിൽ വിശ്വാസമർപ്പിക്കുക. 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷ വാർത്ത കടന്നു വരുന്നതാണ്. ഏത് വ്യക്തി മൂലമാണോ നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നത്, ആ വ്യക്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം മടക്കി കൊണ്ടുവരും എന്ന് ഭഗവാൻ പറയുന്നു. നിങ്ങളുടെ ദുഃഖങ്ങൾ ഭഗവാൻ അറിയുന്നു. ഉടൻ തന്നെ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഭഗവാൻ നൽകുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ.